നിലവിൽ നീറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഒരു സംശയമാണ്, അവർക്കൊരു പർട്ടിക്കുലർ സ്കോർ അവർ ഇപ്പൊ നിലവിൽ ഏതെങ്കിലുമൊക്കെ ആൻസർ കീ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ആൻസർ കീ കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ മാർക്ക് കൊണ്ട് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഏത് സീറ്റ് കിട്ടും, സെൽഫ് ഫിനാൻസിംഗിൽ കിട്ടുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ട്. അപ്പൊ നിലവിൽ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. കാരണം നമുക്കറിയില്ല ബാക്കിയുള്ളവരുടെ മാർക്ക് എത്രയാണ്, അല്ലെങ്കിൽ ഈ വർഷത്തെ ടോപ്പ് എത്രയായിരിക്കും, ഇതൊന്നും നമുക്കൊരു ധാരണയില്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇനി നിലവിൽ ഇപ്പൊ എന്തിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ. അതായത് 2024 നീറ്റിന്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തു, റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാവേണ്ടതില്ല. റിസൾട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയാലും നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പും ഇല്ല. മെഡിക്കൽ കൗൺസിലിംഗിന്റെ അതുപോലെ കീമിന്റെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. ഇത് അവിടെ പെൻഡിങ്ങിൽ വെച്ചേക്കും. ഇനി നിങ്ങൾക്ക് മറ്റ് ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നീറ്റേ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പൊ നീറ്റിൽ നന്നായി സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ നീറ്റിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പേടിയുള്ള കുട്ടികൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. അപ്പൊ അതിന് ഡീറ്റെയിൽ ഇപ്പൊ നിലവിൽ ഇനി വരാനുള്ളത് ഏതൊക്കെയാ? കീം രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. കീമിന്റെ എഞ്ചിനീയറിംഗിന്റെ എക്സാം ജൂൺ 5 തുടങ്ങി 9 വരെ നടക്കും. ഫാർമസിയുടെ എക്സാം ജൂൺ 9 നടക്കും. അപ്പൊ അതിനൊക്കെ അപ്ലൈ ചെയ്ത കുട്ടികൾ അതിന് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ കുസാറ്റിന്റെ എക്സാം മെയ് 10 തുടങ്ങി ഉണ്ടാവും, അതിനുള്ള പ്രിപ്പറേഷൻ നടത്താം. ഐഷിന്റെ രജിസ്ട്രേഷൻ ഇപ്പോഴും ബാക്കിയാണ്. ഒരുപാട് കുട്ടികൾ ചില സാധനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ചെയ്യാം. ഐഷിന്റെ രജിസ്ട്രേഷൻ, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ, അത് മെയ് 19 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സമയമുണ്ട്. അതേപോലെ ഐസർ, അതിന്റെ രജിസ്ട്രേഷൻ മെയ് 13 വരെ നിങ്ങൾക്ക് ചെയ്യാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ രജിസ്ട്രേഷൻ മെയ് 14 വരെ ചെയ്യാം. നെക്സ്റ്റ് എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ മെയ് 31 വരെ ചെയ്യാം. അതേപോലെ ESI, ഈ MBBSന്റെ സീറ്റുകളിൽ നീറ്റിന്റെ ബേസിൽ ESIയുടെ സീറ്റ് പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷനും IP സർട്ടിഫിക്കറ്റും ഒക്കെ ഇഷ്യൂ ചെയ്യേണ്ടത് മെയ് 27 മുമ്പാണ്. അപ്പൊ നിലവിൽ അത് നടന്നുകൊണ്ടിരിക്കുക, അത് ചെയ്യാം. അതേപോലെ JEE അഡ്വാൻസ്ഡിന്റെ എക്സാം മെയ് 26 ഉണ്ട്. എക്സാം ആണ്, രജിസ്ട്രേഷൻ അല്ല. ഓക്കെ, രജിസ്ട്രേഷൻ കഴിഞ്ഞു. എയിംസിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഡോക്യുമെന്റ് ഡിഫക്റ്റ് ആയവർക്ക്, ഇപ്പൊ ഡിഫക്റ്റീവ് ആയിരിക്കുന്ന മുമ്പ് കൊടുത്ത ഡോക്യുമെന്റിൽ ഏതെങ്കിലും റിജക്ട് ആയിട്ടുണ്ടെങ്കിൽ അത് റീസബ്മിഷനുള്ള ഡേറ്റ് മെയ് 13 വരെ ഉണ്ട്. CUETയുടെ എക്സാം മെയ് 15 തുടങ്ങി മെയ് 24 വരെ ഉണ്ട്. അപ്പൊ ഇതിൽ ചിലതിന്റെ ഒക്കെ രജിസ്ട്രേഷൻ ബാക്കിയുണ്ട്, ചിലതിന്റെ ഒക്കെ എക്സാം ആണ് ബാക്കിയുള്ളത്, രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ നോക്കാവുന്നതാണ്. ഇതിൽ ഓരോന്നിന്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ആ ചാനലിൽ ഇട്ടിരുന്നു. അപ്പൊ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് നന്നായി പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, ഇനി മറ്റൊരു ഓപ്ഷൻ നോക്കണം, ഇനി ഒരു വർഷം കളയുന്നില്ല, അല്ലെങ്കിൽ ഇനി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പ്ലാൻ ഉള്ളവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഈ എക്സാമുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളതിന് ഇപ്പൊ ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, നെസ്റ്റ്, അതേപോലെ ഇതിന്റെയൊക്കെ രജിസ്ട്രേഷൻ, ബാക്കി കീമോ കുസാറ്റിന്റെ ഒക്കെ എക്സാമേ ഉള്ളൂ. ബാക്കി ESI ഉള്ളവർക്ക് അത് രജിസ്റ്റർ ചെയ്യാം. JEE അഡ്വാൻസിന്റെ എക്സാമേ ബാക്കിയുള്ളൂ. എയിംസിന്റെ ഡോക്യുമെന്റ് സബ്മിഷൻ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ രജിസ്ട്രേഷൻ ബാക്കിയുള്ളത് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി രജിസ്റ്റർ ചെയ്തതാണ് എക്സാമിനാണെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യാം. അതിന്റെ സിലബസ് എല്ലാം, അതായത് ഈ ഓരോ വീഡിയോയിലും അത് എന്തിനാണ്, അതിന്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സിലബസ് എന്താണ്, എത്ര മാർക്കിനാണ്, ഏതൊക്കെ കോഴ്സ് ആണ്, എല്ലാ ഡീറ്റെയിലും സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഞാൻ ലെങ്തി ആക്കുന്നില്ല, ഓരോന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, ഓരോന്നിനും ഡീറ്റെയിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പോ നെക്സ്റ്റ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ടാണ് മൊത്തമായി പറയാതെ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രം പറഞ്ഞ് ഇൻഡിവിജ്വൽ വീഡിയോസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ചാനലിൽ അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഏകദേശ ധാരണ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഇതിന്റെ എൻഡിൽ ഉണ്ടാവും, അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.